ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനകത്തുള്ള നോൺ മാനേജീരിയൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പ്രോസസ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സം ബേസിക് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു 15 ബേസിക് റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ്, എംപ്ലോയീസിൻ്റെ നമ്പർ ഓഫ് പ്രോബ്ലംസ് ആർ ടു ബി സോൾവ്ഡ് ആൻഡ് സെവറൽ റിക്വയർമെൻറ്റ്സ് ആർ ടു ബി മെറ്റ്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ആ ഓർഗനൈസേഷനിൽ. പെട്ടെന്ന് നമ്മളൊരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ ആ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസും മാനേജ്മെൻറ്റിന് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സെവറൽ റിക്വയർമെൻറ്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മെറ്റ് ചെയ്യണം. അതിന് ആവശ്യമായിട്ട് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷന് ആവശ്യമായിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 15 റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് വില്ലിംഗ് ടു ഗീവ് അപ്പ് സം കൺട്രോൾ. The managers must be willing to give up some control to their workers. ആ മാനേജേഴ്സ് അവരുടെ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് ആർക്ക് കൊടുക്കണം? വർക്കേഴ്സിന് തന്നെ കൊടുക്കണം. മാനേജേഴ്സ് മസ്റ്റ് ബി വില്ലിംഗ് ടു ഗീവ് അപ്പ് സം കൺട്രോൾ ടു ദെയർ വർക്കേഴ്സിനെ ആര് കൺട്രോൾ ചെയ്യണം? മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ വർക്കേഴ്സിന് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഇതും കൂടി ആര് കൊടുക്കണം? മാനേജ്മെൻറ്റ് കൊടുക്കണം. They must feel secure in their position if participation is successful. പാർട്ടിസിപ്പേഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ അവർ സെക്യൂർ ആയിരിക്കണം. കാരണം അവർക്ക് അവിടെ നിന്ന് എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഫെസിലിറ്റീസും വർക്കിംഗ് കണ്ടീഷൻസും നല്ല സാലറി അവരെല്ലാത്തിലും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ സെക്യൂർ ആണെന്ന് അവർക്ക് ഫീൽ ഉണ്ടെങ്കിൽ എന്തുള്ളൂ ഒരു വർക്ക് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുള്ളൂ? സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ വില്ലിംഗ് ടു ഗീവ് അപ്പ് സം കൺട്രോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ എംപ്ലോയീസ് സ്വയം കൺട്രോൾ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എംപ്ലോയീസിനെ അവരിരിക്കുന്ന പൊസിഷനിൽ സെക്യൂർ ആണെന്ന് തോന്നിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷന് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇനി രണ്ടാമത്തത് റെഡി ടു ആക്സെപ്റ്റ് ഐഡിയാസ്. എംപ്ലോയീസിൻ്റെ അടുത്തു നിന്നുള്ള ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യാൻ ആര് റെഡി ആയിരിക്കണം? മാനേജ്മെൻറ്റ് റെഡി ആയിരിക്കണം. ഫോർ ദ സക്സസ്ഫുൾ പാർട്ടിസിപ്പേഷൻ മാനേജേഴ്സ് ഷുഡ് ആക്സെപ്റ്റ് എംപ്ലോയീസ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാനേജേഴ്സ് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് എംപ്ലോയീസിൻ്റെ ഐഡിയാസും അവരുടെ ആൾട്ടർനേറ്റീവ്സും ഒക്കെ എന്ത് ചെയ്യണം? ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അവർ സ്വീകരിക്കുന്ന ഐഡിയാസും ഒക്കെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ആര് ആക്സെപ്റ്റ് ചെയ്യണം? മാനേജേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണം. They should be ready to hear the new ideas and alternatives. എംപ്ലോയീസ് പറയുന്ന ന്യൂ ഐഡിയാസും ആൾട്ടർനേറ്റീവ്സും ആക്സെപ്റ്റ് ചെയ്യാൻ അവരെന്ത് ചെയ്യണം? എപ്പോഴും റെഡി ആയിരിക്കണം. ഈ ഐഡിയാസ് പറ്റൂല, ഈ ആൾട്ടർനേറ്റീവ്സ് പറ്റൂല, അത് കേൾക്കാനുള്ള ടൈമില്ല എന്നൊക്കെ പറയുന്ന ഒരു മാനേജേഴ്സ് ആവരുത്. ഏതിൽ? ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനിൽ. വർക്കേഴ്സ് എന്താണോ പറയുന്നത്, എപ്പോഴാണോ പറയുന്നത്, എപ്പോഴാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് ആർക്കുണ്ടായിരിക്കണം? മാനേജേഴ്സിന് ഉണ്ടായിരിക്കണം. ദെൻ ഓൺലി പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് വിൽ ബി ഇൻ വർക്ക്. എങ്കിൽ മാത്രമേ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു എഫക്റ്റീവായിട്ടുള്ള വർക്കേഴ്സ് പാർട്ടിസിപ്പേഷന് എന്ത് ചെയ്യുള്ളൂ? സാധ്യതയുള്ളൂ.
അതിൽ തന്നെ റെഡി ടു ആക്സെപ്റ്റ് ഓൾ ഐഡിയാസ് എന്ന് പറയുമ്പോൾ മാനേജേഴ്സ് അവരെന്തെങ്കിലും ഐഡിയാസ്, ഇപ്പോൾ എംപ്ലോയീസ് എന്തെങ്കിലും ഒരു റിലേറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ഐഡിയാസാണ് പറയുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. അവരുടെ ഐഡിയാസ് എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഐഡിയ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അവർക്ക് എംപ്ലോയീസിന് ആ ഐഡിയ, ഞങ്ങളുടെ ഐഡിയ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആർക്കുണ്ടായിരിക്കണം, എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ് കെയർഫുൾ പ്ലാനിങ്. ഒരു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ സക്സസ്സിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കെയർഫുൾ പ്ലാനിങ് ആൻഡ് സ്ലോ ഫേസ്ഡ് അപ്രോച്ച്. കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസും കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പാർട്ടിസിപ്പേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. നെക്സ്റ്റ് കൾച്ചറൽ ചേഞ്ച്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിനകത്തുള്ള എംപ്ലോയീസിന് ഓരോ കൾച്ചറായിരിക്കും, അവർക്ക് ഓരോ കൾച്ചറായിരിക്കും. ഒരു പല ഏരിയസിൽ നിന്നും പല ലൊക്കാലിറ്റിയിൽ നിന്നും പല സ്റ്റേറ്റ്സിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഡിഫറെൻറ്റ് കൾച്ചറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കൾച്ചർ എന്ത് ചെയ്യണം, ടോട്ടലി എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചറും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ കൾച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും മാനേജ്മെൻറ്റിന്. അവരുടെ കൾച്ചർ ചേഞ്ച് ഓർഗനൈസേഷനിലെ കൾച്ചറുമായിട്ട് അവരുടെ കൾച്ചർ മാച്ച് ചെയ്യണമെങ്കിൽ, അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് എന്തായിരിക്കും, കുറച്ച് ടൈം ആവശ്യമായിട്ടിരിക്കും. ഫോർ ദിസ് പർപ്പസ് എ ടോട്ടൽ കൾച്ചർ ചേഞ്ച് റിക്വയർഡ്. അങ്ങനെ ടൈം എടുത്തുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ആ എംപ്ലോയീൻ്റെ ടോട്ടൽ കൾച്ചറൽ ചേഞ്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ദിസ് ഈസ് എ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ് സച്ച് ആസ് ഡെമോക്രാറ്റിക് ഓർ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഷുഡ് ബി ചേഞ്ച്ഡ് ഓർ ടു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. അതിലെന്ത് ചെയ്യണം, ഓർഗനൈസേഷനിലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതും ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളതും സ്റ്റൈല് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള സ്റ്റൈലാക്കി മാറ്റണം. അപ്പോൾ പല എംപ്ലോയീസിൻ്റെയും ഇപ്പോൾ ഡെമോക്രാറ്റിക് സ്റ്റൈലായിരിക്കും ചിലർക്ക് ഉണ്ടാവുക. അതായത് എന്താണോ അയാൾ പറയുന്നത് അത് മറ്റുള്ളവരനുസരിക്കുക എന്നുള്ളൊരു സ്റ്റൈലായിരിക്കും. ചിലർക്കെന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ആയിരിക്കും. എല്ലാവരും പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, എല്ലാവരും അത് അയാൾ ഒറ്റയ്ക്ക് ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പേ എല്ലാവരും അത് തീരുമാനിച്ച് ആലോചിച്ച് എന്ത് ചെയ്യുക, ഓട്ടോക്രാറ്റിക് ആയിട്ടൊരു ഡെസിഷൻസ് എടുക്കുക. അങ്ങനത്തെ സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഈ രണ്ട് സ്റ്റൈലും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള സ്റ്റൈലാക്കിയിട്ട് മാനേജ്മെൻറ്റ് മാറ്റണം. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എംപ്ലോയീസ് മേ ബി റെസിസ്റ്റ് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യും. പുതിയ ഐഡിയാസും പുതിയ ഇതൊക്കെ ഒരു ഓർഗനൈസേഷനിൽ പുതിയ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ എംപ്ലോയീസ് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യും. അവരെ റെസിസ്റ്റ് ചെയ്യുക, അതായത് അവരത് തടയും. ഇത് പറ്റില്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ അവരതിൽ നിന്ന് പിന്മാറാതെ എന്ത് ചെയ്യുക, ആ ഒരു ചേഞ്ചിലോട്ട് അവരെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. ഇതാണ് കൾച്ചറൽ ചേഞ്ചിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ജെന്യൂൻ ആൻഡ് ഹോണസ്റ്റ്. Managers must be genuine and honest in implementing the program for effective workers participation. ഒരു എഫക്റ്റീവ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആണെങ്കിൽ അതിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ജെന്യൂനും ഹോണസ്റ്റുമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മാനേജേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇനി ട്രസ്റ്റ്. എംപ്ലോയീസിന് മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യണം, ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അതായത് വിശ്വാസം ഉണ്ടായിരിക്കണം. അവർ പറയുന്ന ഐഡിയാസും കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് അവരുടെ ഐഡിയാസ് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ടായിരിക്കും, എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം. അപ്പോൾ എംപ്ലോയീസിന് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മാനേജ്മെൻറ്റ് ആ ഒരു വിശ്വാസം തെറ്റിക്കാതെ അറ്റ്ലീസ്റ്റ് അവരുടെ ഐഡിയ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും അവർക്ക് തോന്നുന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ പോവേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയീസ് എന്ത് ചെയ്യണം, മസ്റ്റ് ബി ഏബിൾ ടു ട്രസ്റ്റ് ദെയർ മാനേജേഴ്സ് ആൻഡ് ഫീൽ ദെയർ റെസ്പെക്റ്റഡ്. അവരുടെ മാനേജേഴ്സിനും അവരെന്ത് ചെയ്യണം, വിശ്വസിക്കണം. അതുപോലെ മാനേജേഴ്സ് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള എംപ്ലോയീസ് മാനേജേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീലും കൂടി ആർക്കുണ്ടായിരിക്കണം, മാനേജേഴ്സിന് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ട്രസ്റ്റ്. ഇനി വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ്.
എംപ്ലോയീസ് മസ്റ്റ് ഓൾസോ ബി വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഷെയർ ദെയർ ഐഡിയാസ്. എംപ്ലോയീസ് എന്ത് ചെയ്യണം, ആ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അയാൾ വില്ലിങ് ആവണം. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പുതിയ ന്യൂ ആയിട്ടുള്ള ഐഡിയാസ് അതിൽ ഷെയർ ചെയ്യുകയും വേണം. നെക്സ്റ്റ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ ട്രെയിനിങ്. ഇപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷനിലോട്ട് വരുന്ന എംപ്ലോയീസിന് അവരുടെ ട്രെയിനിങ്ങും സ്കിൽസും അപ്രോപ്രിയേറ്റ് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു ഡെസിഷൻസ് അല്ലെങ്കിൽ ഒരു സജഷൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനോ സ്കിൽസോ ഒന്നും ആ എംപ്ലോയീസിന് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു സജഷൻസ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻസ് എടുക്കാൻ കപ്പബിൾ ആക്കണം അയാൾക്ക് ഒരു ഹൗ ടു ടേക്ക് എ ഡിസിഷൻസ്, എങ്ങനെ ഒരു ഡിസിഷൻസ് എടുക്കാം എന്നുള്ള ഇതിനുള്ള എല്ലാ അയാൾ എന്ത് ചെയ്യണം, ഒരു കപ്പബിൾ ആക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അയാൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതായത് ആ എംപ്ലോയീസിന് അതിൻ്റേതായിട്ടുള്ള അയാളുടെ ജോലിക്ക് ഇതായിട്ടുള്ള ട്രെയിനിങ്ങും ഓർഗനൈസേഷനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, അതിലൊരു ഡിസിഷൻസ് എടുക്കാൻ അയാളെ കപ്പബിൾ ആക്കിയിരിക്കണം. അതാണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ ട്രെയിനിങ്. ദെൻ എൻകറേജ്മെൻറ്റ്. എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തും അവരുടെ ഇൻഡിവിജ്വൽ വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരത് മനസ്സിലാക്കിയതിന് ശേഷം അവരെ എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുക. അതാണ് ദാറ്റ് ഈസ് എൻകറേജ്മെൻറ്റ്. ഇനി നെക്സ്റ്റ്, ഗൈഡിങ് എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക. ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഇൻഫർമേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഗൈഡ് ചെയ്യുക. ഗൈഡിങ് എംപ്ലോയീസ്. ദെൻ പ്രൊവൈഡ് ക്രൈറ്റീരിയ. എംപ്ലോയീസ് വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, വാല്യുബിൾ ആയിട്ടുള്ള ഐഡിയാസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഒരു ക്രൈറ്റീരിയ മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്യണം. ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്ത് ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എംപ്ലോയീസ് അവരുടെ ഇൻഫർമേഷൻസും അവരുടെ ഐഡിയാസും അവരുടെ സ്കിൽസും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഓർഗനൈസേഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്രൈറ്റീരിയ വെച്ച് ഇത്ര 2004 10 lakh പ്രോഫിറ്റ് ഉണ്ടാവണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാനേജ്മെൻറ്റ് വെച്ച്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു 10 lakh 2004 10 lakh അച്ചീവ് ചെയ്യാനുള്ള അത്തരം ഐഡിയാസും കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എംപ്ലോയീസ് ഷെയർ ചെയ്യേണ്ടത്. അല്ലാതെ 10 lakh കുറവുള്ള, അപ്പോൾ 9 lakh 7 lakh 5 lakh അത്രയും പ്രോഫിറ്റിലെത്തുന്ന തരത്തിലുള്ള ഐഡിയാസും നെഗറ്റീവായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഇത്ര ക്രൈറ്റീരിയ വെച്ചതുകൊണ്ട് അതിന് മുകളിൽ ആ 10 lakh അച്ചീവ് ചെയ്യാനും 10 lakhും അതിന് മുകളിലും അച്ചീവ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള ബേസ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ആയിരിക്കണം ആര് ഷെയർ ചെയ്യേണ്ടത്, എംപ്ലോയീസ് ഷെയർ ചെയ്യേണ്ടത്. അതിന് താഴെയുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ ഒരു ക്രൈറ്റീരിയ വെക്കുന്നതിലൂടെ. ഇനി ഗിവ് സഫിഷ്യൻറ്റ് ടൈം. എംപ്ലോയീസിന് പുതിയ ഐഡിയാസ് തിങ്ക് ചെയ്യാനും പുതിയ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ടൈം ആര് കൊടുക്കണം, മാനേജ്മെൻറ്റ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് എംപ്ലോയീസിന് കൊടുക്കണം. നെക്സ്റ്റ്, ഇൻ്റഗ്രേഷൻ ഓഫ് സജഷൻസ്. മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് സജഷൻസ് ആണ്. ഇപ്പോൾ എംപ്ലോയീസ് പറഞ്ഞിട്ടുള്ള ഐഡിയാസും അവരുടെ സജഷൻസും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം മാനേജ്മെൻറ്റ് കേൾക്കും. അതിനുശേഷം നമ്മളിപ്പോൾ എല്ലാവരും മാനേജ്മെൻറ്റ് ബോർഡ് ഇരിക്കുമ്പോൾ അതിൽ ഈ എംപ്ലോയീസിൻ്റെ ഐഡിയാസും അവരുടെ സജഷൻസൊക്കെ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എംപ്ലോയീസിന് തോന്നും, എൻ്റെ ഐഡിയയും കൂടെ അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കുമ്പോൾ അവരെ ആ വർക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ ഓഫ് സജഷൻസ് വേണം.
എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും ഓരോ ഐഡിയാസ്, ഓരോരുത്തർ പറഞ്ഞ ഐഡിയാസ് ഇങ്ങനെ അത് നല്ല കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, അത് നല്ല ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എംപ്ലോയീസിനെ നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ആസ്ക് ഫോർ ആൾട്ടർനേറ്റീവ് സജഷൻസ്. ഇപ്പോൾ എംപ്ലോയി എന്തെങ്കിലും ഒരു സജഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളോട് വേറെ ആൾട്ടർനേറ്റീവായിട്ടുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ചോദിക്കണം. മാനേജ്മെൻറ്റ് എംപ്ലോയീസിനോട് ചോദിക്കണം. ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് കോൺഫിഡൻസ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ എംപ്ലോയി ഒരു ഐഡിയ പറഞ്ഞ്, ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞ്, അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് അത് ആ ഐഡിയ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് ഇത്രയും കോസ്റ്റ് വരും, അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കണമല്ല നല്ലത്, നമുക്ക് വേറെ ഒരു ആൾട്ടർനേറ്റീവ്സ് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞാൽ അതായത് കോസ്റ്റ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആൾട്ടർനേറ്റീവ്സ് നോക്കാം, ഈ ഒരു ആൾട്ടർനേറ്റീവ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയിനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർ ഐഡിയാസ് എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനി അതിലും നല്ല ഐഡിയാസ് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും, കമ്പനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ചില മാനേജേഴ്സ് ഭയങ്കര ചൂടുള്ള ഐഡിയ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ കോൺഫിഡൻസ് കുറയും, അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യും, അവർ സ്റ്റോപ്പ് ചെയ്യും. അവർക്ക് തോന്നും എൻ്റെ ഐഡിയാസ് ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല, ഞാനിനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ സ്റ്റോപ്പ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും അവരെ കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. ദീസ് ആർ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. 15 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ലെവൽ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ ലെവലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനിൽ ഒരുപാട് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ഓരോ ലെവൽസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് മോർ ലൈക്ലി അറ്റ് ലോവർ ലെവൽ ആൻഡ് ലെസ് ഇൻവോൾവ്മെൻറ്റ് അറ്റ് ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനും 3 ലെവൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഏത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് ലോവർ ലെവലിലാണ്. കാരണം ലോവർ ലെവലിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, എംപ്ലോയീസ് ഉണ്ടായിരിക്കുക. അവരെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ലോവർ ലെവലിലായിരിക്കും ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ കുറവായിരിക്കും, ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഫുൾ എന്താ, മാനേജേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, എംപ്ലോയീസ് ലോവർ ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ടോപ്പ് ലെവലിൽ ഇൻവോൾവ്മെൻറ്റ് കുറവാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ ലെവൽസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് 5 ലെവലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 5 ലെവൽസാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിന് ഉള്ളത്. ഒന്നാമത്തത് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്, 2 അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്, 3 അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്, 4 ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. It ensures that employees are able to receive information and express their views about general economic performance of the organization. ഈ ഒരു ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ റിസീവ് ചെയ്യും.
എന്നിട്ട് അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇതിലുണ്ട്, ഈ ഒരു ലെവലിൽ ഉണ്ട്. അബൌട്ട് ജനറൽ എക്കണോമിക് പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ ജനറൽ എക്കണോമിക് പെർഫോമൻസിനെ കുറിച്ചിട്ട് അവർക്ക് ഇൻഫർമേഷന് റിസീവ് ചെയ്യാനും അതിനെക്കുറിച്ചിട്ട് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ലെവലാണിത്, ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലെവല്. രണ്ടാമത്തെ ലെവല് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. Under this level, workers may act as a consultant in the matters of workers' safety, health and their welfare at workplace. ഈ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന ലെവലിൽ വർക്കേഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു കൺസൾട്ടൻ്റ് ആയിട്ടാണ്. വർക്കേഴ്സ് മറ്റേതിൽ ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുക എന്നുള്ള ഒരാളായിട്ടായിരിക്കും ഏതിൽ ഫസ്റ്റ് ലെവൽ ഉണ്ടാവുക. ഈ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന ലെവലിൽ വർക്കേഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു കൺസൾട്ടൻ്റ് ആയിരിക്കും. അവരുടെ എംപ്ലോയീസിൻ്റെ വർക്ക് പ്ലേസിലെ വെൽഫെയറിനെ കുറിച്ചിട്ടും അവരുടെ ഹെൽത്തിനെ കുറിച്ചിട്ടും അവരുടെ സേഫ്റ്റി, സെക്യൂരിറ്റി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള പറയാനുള്ള ഒരു കൺസൾട്ടൻ്റ് ആയിട്ടായിരിക്കും ആര് വർക്ക് ചെയ്യുക, ഈ ഒരു ലെവൽ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽസിൽ വർക്കേഴ്സ് ആക്ട് ചെയ്യാം. ദാറ്റ് ഈസ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് പ്ലേസിൽ അവർ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ വർക്കേഴ്സിൻ്റെ വെൽഫെയറും അവരുടെ ഹെൽത്തും സേഫ്റ്റിയും വെൽഫെയറിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാനുള്ള ഒരു കൺസൾട്ടൻ്റ് ആയിട്ടായിരിക്കും ഇതിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്, മൂന്നാമത്തെ ലെവലാണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിൽ. This kind of workers' participation in management is next level to consultative participation. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ്റെ അടുത്തൊരു ലെവലാണ് ഇത്, അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവല്. Under this level, management is morally bound to accept and implement the opinion of employees. കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെവലിൽ വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയും ഹെൽത്തും ആൻഡ് വെൽഫെയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ആര് ചെയ്യുന്നത്, വർക്കേഴ്സ് ചെയ്യുന്നത് ആ ലെവലിൽ. അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന ലെവലിൽ വർക്കേഴ്സ് ചെയ്യുന്നത് മോറലി ബൗണ്ട് ടു ആക്സെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഒപ്പീനിയൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസ് ആക്സെപ്റ്റ് ചെയ്യുകയും അവ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയുമാണ് ആര് ചെയ്യുന്നത്, ഈ ഒരു ലെവലിൽ വർക്കേഴ്സ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ എംപ്ലോയി ചെയ്യുന്നത്, വർക്കേഴ്സ് ചെയ്യുന്നത്. അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിൻ്റെ നെക്സ്റ്റ് ലെവലാണ്. അതിൽ എംപ്ലോയീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്കേഴ്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒപ്പീനിയനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കൂടെയാണ് ഇതിൽ ചെയ്യുന്നത്, അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിലെ വർക്കേഴ്സ് ചെയ്യുന്നത്. ഇനി നാലാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. Under this level, workers are the component in discharge of managerial functions. Managerial functions ഏതൊക്കെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് എന്നുള്ള മാനേജീരിയൽ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുക, അതാണ് ഏത് ചെയ്യുന്നത്, വർക്കേഴ്സ്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സ് ചെയ്യുന്നത്. Here employees take part in decision which were already taken by the management. മാനേജ്മെൻറ്റ് ഓൾറെഡി ടേക്കൺ ചെയ്തിട്ടുള്ള ഡിസിഷൻസിൽ എംപ്ലോയീസ് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് ഇതിൽ ഓൾറെഡി ടേക്കൺ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള ഡിസിഷൻസിൽ എന്ത് ചെയ്യുക, എംപ്ലോയീസിൽ അതിലെന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.
അപ്പോൾ where employees have to select the best from those ideas for the purpose of implementation. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക, ഈ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള ഡിസിഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആർക്ക് എടുക്കാൻ കഴിയും, വർക്കേഴ്സിന് എടുക്കാൻ കഴിയും. അതാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്ന ലെവലിൽ വർക്കേഴ്സ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ലെവലാണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, മറ്റേതൊക്കെ എന്താ ലോവസ്റ്റ് വർക്കേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവൽസാണ് ഇൻഫർമേഷനും കൺസൾട്ടേറ്റീവും അസോസിയേറ്റീവും അഡ്മിനിസ്ട്രേറ്റീവും. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇത് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. For employees and management together taking decisions on the matters related to workers' welfare and production related issues. ഓർഗനൈസേഷനകത്തുള്ള പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും വർക്കേഴ്സിൻ്റെ വെൽഫെയറിനെ കുറിച്ചിട്ടൊക്കെ ഒരുമിച്ച് മാനേജ്മെൻറ്റും എംപ്ലോയീസും ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. ഏത് ലെവലിൽ, ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കും, അതിനുശേഷം എംപ്ലോയീസ് എന്ത് ചെയ്യും, ആ ഡിസിഷൻസിൽ പങ്കുചേരും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ആരെടുക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് വർക്കേഴ്സ് എടുക്കുക. എംപ്ലോയീസ് ആദ്യം എടുക്കും, അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ആദ്യം എടുക്കും, അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ളത് എംപ്ലോയീസ് സെലക്ട് ചെയ്യും. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിലെ. ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസും മാനേജ്മെൻറ്റും ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും വർക്കേഴ്സിൻ്റെ വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഡിസിഷൻസ് എടുക്കുക. ദാറ്റ് ഈസ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ലെവൽസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് 5 തരത്തിൽ. ഒന്ന് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്, കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്, associative participation of workers, administrative participation of workers, decisive participation of workers. Okay, thank you.